2011 അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ബാർക്കോഴ വിവാദവും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദവും തമ്മിൽ ഒരു താരതമ്യം സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു രണ്ടാം ബാർക്കോഴ വിവാദമാണ് എന്ന പ്രയോഗത്തോട് എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പം എന്തായിരുന്നു ഒന്നാം ബാർക്കോഴ വിവാദം അങ്ങനെയാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2014 ഒക്ടോബർ 31 മനോരമ ന്യൂസിൻ്റെ കൗണ്ടർ പോയിൻ്റ് പരിപാടിയിൽ ഷാനി പ്രഭാകറുമായുള്ള ചർച്ചയ്ക്കിടെ ബിജു രമേശ് എന്ന ബാർ മുതലാളി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തൽ ഒരു മന്ത്രിക്ക് 1 കോടി രൂപ ബാറുകൾ തുറന്നു കിട്ടാൻ വേണ്ടി കൈക്കൂലി നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ആരെയും ഞെട്ടിക്കുന്ന കേരളത്തിൽ ആ ചർച്ച കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചൊരു വെളിപ്പെടുത്തലായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ആർക്കാണ് കൈക്കൂലി കൊടുത്തത് എന്നും വെളിപ്പെടുത്തുന്നുണ്ട്. അത് അന്ന് നിയമമന്ത്രിയായിരുന്ന ശ്രീ KM മാണിക്കാണ് 1 കോടി രൂപ നൽകിയതെന്നും ബിജു രമേശ് വെളിപ്പെടുത്തുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ UDF സർക്കാരിൻ്റെ കാലത്ത് ബാർക്കോഴ വിവാദം എന്ന വലിയൊരു രാഷ്ട്രീയ പ്രശ്നം രൂപപ്പെടുന്നത്. പിന്നീട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേരളം ദൃക്സാക്ഷികളായതാണ്. അതിനുശേഷമാണ് ബിജു രമേശ് പോയിട്ട് ഈ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുന്നു, രഹസ്യമൊഴി കൊടുക്കുന്നു. ആ രഹസ്യമൊഴിയിൽ അദ്ദേഹം പറയുന്നു, KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാറിന് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബുവിന് പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ വളരെ കൃത്യതയോടുകൂടിയാണ് ബിജു രമേശ് അന്ന് പറഞ്ഞിരുന്നത്. അവിടെ സർക്കാർ ഡയറക്റ്റ്ലി ഇംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ ഒരു സംശയത്തിനും ഇട നൽകാതെ ആ ആരോപണത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയിക്കാം. പക്ഷേ ആ ആരോപണം മറച്ചു വെച്ചുകൊണ്ടല്ല, ഒരു കാര്യവും മറച്ചു വെച്ചുകൊണ്ടല്ല ബിജു രമേശ് ഉയർത്തിയത്. വളരെ കൃത്യമായി KM മാണിയെ തന്നെ അദ്ദേഹം പിൻ പോയിന്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു, കൊടുത്ത പണം പറയുന്നു. പിന്നീട് KPCC അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു, എക്സൈസ് മന്ത്രിയായ ബാബുവിൻ്റെ പേര് പറയുന്നു, ആരോഗ്യമന്ത്രിയായ VS ശിവകുമാറിൻ്റെ പേര് പറയുന്നു. പിന്നീട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ജോസ് K മാണി 10 കോടി രൂപ ബിജു രമേശിന് വാഗ്ദാനം ചെയ്ത കാര്യം അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നു. ഒടുവിൽ എന്താ സംഭവിച്ചത്? കമാൽ പാഷയുടെ ബെഞ്ചിലേക്ക് വരുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ KM മാണി രാജിവെച്ച് പോകുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ രാഷ്ട്രീയ കേരളത്തിൽ ബാർക്കോഴ ഒരു വലിയ വിവാദമായി മാറുകയും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പോവുകയും ചെയ്യുന്നതാണ്. ഇതാണല്ലോ ബാർക്കോഴ വിവാദം. എന്നാൽ ഇന്നിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വിവാദം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആ വിവാദത്തിൽ ഈ പറയുന്ന ബാർ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കിയിലെ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോൻ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വിടുന്നു. ആ ശബ്ദ സന്ദേശത്തിലെ ക്രക്സ് എന്താണ്? നോക്കൂ, സർക്കാർ മദ്യനയം രൂപീകരിക്കാൻ പോകുന്നു. അവിടെ നമുക്ക് ചില ഇളവുകൾ ലഭിക്കേണ്ടതുണ്ട്. അതെന്താണ് ആ ഇളവുകൾ? ഡ്രൈ ഡേ മാറ്റി കിട്ടണം. അതേപോലെ തന്നെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ആ സമയം മാറ്റി കിട്ടണം. അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾ ഒഴിവാക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ അതൊന്നും സൗജന്യമായി കിട്ടില്ല. നമുക്ക് ചിലരെയൊക്കെ കണ്ട് പണം കൊടുത്ത് ഇത് നേടിയെടുക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് പണം കൊടുത്തതായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മന്ത്രി പണം ആവശ്യപ്പെട്ടതായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഭരണമുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടി, അതിപ്പം CPM ഓ CPI ഓ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി പണം ആവശ്യപ്പെട്ടതായോ പണം കൈപ്പറ്റിയതായോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സഹവ്യവസായികൾക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചിരിക്കുകയാണ്. ആ ശബ്ദ സന്ദേശത്തിൽ യാതൊരു വ്യക്തതയുമില്ല. അഥവാ സർക്കാരിനെ ഡയറക്റ്റായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ ഡയറക്റ്റായി ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു അലിഗേഷനും ഈ ശബ്ദ സന്ദേശത്തിലില്ല. അതുകൊണ്ട് ഈ പറയുന്ന 2014 രൂപപ്പെട്ടു വന്ന ബാർക്കോഴ വിവാദവും ഇപ്പോഴത്തെ വിവാദവും തമ്മിൽ ഒരു താരതമ്യം സാധ്യമല്ല. എന്ന് മാത്രവുമല്ല, ഇത് അങ്ങേയറ്റം ദുർബലമായ ഒരു പ്രശ്നവുമാണ്. ഇനി ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇത്തരത്തിലൊരു വിവാദം വരുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ ചില സംശയങ്ങൾ രൂപപ്പെട്ടു വരും. അതിപ്പോൾ കേരളത്തിൽ ഒരു പുതിയ കാര്യമല്ലല്ലോ ഈ അബ്കാരികളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധം. അതിനൊരു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്തമല്ല. ആ കാര്യത്തിൽ അവരുടെ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൊക്കെ പരസ്പരം മത്സരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അബ്കാരികളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കേരളത്തിലൊരു പുതിയ സംഭവമല്ല. അതുകൊണ്ട് ഇങ്ങനൊരു ശബ്ദ സന്ദേശം വരുമ്പോൾ നിശ്ചയമായും ചില സംശയങ്ങൾ പൊതുസമൂഹത്തിൽ രൂപപ്പെടും. അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ കൂടി ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന ഇന്നലെ നടന്ന സമ്മേളനത്തിൻ്റെ അതിൻ്റെ അജണ്ട ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ അജണ്ടയിൽ വളരെ വ്യക്തമായി മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു യോഗമാണ് അജണ്ട എന്ന് പറയുന്നു. അതേ സംബന്ധിച്ച് ആ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുന്നത്, ഞങ്ങൾ ഈ പണപ്പിരിവ് ആലോചിച്ചിരുന്നു, പക്ഷേ ആ പണപ്പിരിവ് ആലോചിച്ചിരുന്നത് ഈ പറയുന്ന അസോസിയേഷൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അങ്ങനൊരു കാര്യം ആ അജണ്ടയിലില്ല.
അങ്ങനെ ഒരു കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ട് അത് ചർച്ച ചെയ്യേണ്ടതാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു അജണ്ട ഒരു യോഗത്തിന് നിശ്ചയിക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കും. ഇത്തരത്തിലൊരു അജണ്ടയില്ല. അപ്പോൾ ഒരു സംശയത്തിൻ്റെ സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഇനി സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് അനിമോനെ പുറത്താക്കിയെന്ന് പറയുന്നു. അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, ഇടുക്കി ജില്ലാ ഘടകത്തിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കണമെങ്കിൽ അതും അജണ്ടയിൽ ഉൾപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്, അത് അജണ്ടയിലില്ല. എന്ന് മാത്രമല്ല, എല്ലാ സംഘടനകളും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതിന് ചില രീതികളുണ്ട്, സംഘടനാ രീതികളുണ്ട്. ഇപ്പോൾ ഒരാളെ പുറത്താക്കണമെങ്കിൽ, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ്, ജില്ലാ ഘടകത്തിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന വളരെ പ്രോമിനൻ്റ് ആയ പൊസിഷനിലിരിക്കുന്ന ആളുകളെ പുറത്താക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഇന്റേണൽ എൻക്വയറി നടക്കണം, ഒരു വിശദീകരണം ചോദിക്കണം. അല്ലാതെ രാത്രിയിൽ പെട്ടെന്ന് പുറത്താക്കുക എന്നുള്ളതല്ല ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സംശയങ്ങൾ രൂപീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അനിമോൻ എന്ന് പറയുന്നത് ഒരു വലിയ ബാർ വ്യവസായിയായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അയാളൊരു ചെറിയ വ്യവസായിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസായി ഇനിയൊരു സംഘടന തനിക്കെതിരായി നീങ്ങുന്നു എന്ന് കണ്ടിട്ട്, എന്നാൽ ഇവർക്കിട്ടൊരു പണി കൊടുത്തു കളയാമെന്ന് വിചാരിച്ചൊരു സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത്ര ശക്തനായൊരു, അല്ലെങ്കിൽ അങ്ങനെ വലിയ പിൻബലമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അത്രയും വലിയൊരു വമ്പൻ വ്യവസായി ആയിരിക്കണം ഈ സർക്കാരിനെ അങ്ങ് നേരിട്ട് കളയാമെന്ന് തീരുമാനിക്കുന്ന ആ രീതിയിലൊരു വ്യവസായി അതിനുമോനെ നമുക്കറിയില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ 1, 2, 3, 4 കാരണങ്ങൾ പൊതുസമൂഹത്തിൽ സംശയമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ MP രാജേഷ് പറഞ്ഞിട്ടുള്ളത് DGPക്ക് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ്. രാജേഷ് പരാതി കൊടുത്താൽ ഉടനെ തന്നെ പോലീസ് ആക്ട് ചെയ്യേണ്ടതുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുക്കേണ്ടതുണ്ട്, ഈ പറയുന്ന ഹോട്ടൽ റെഹൻസൻസിലെ അവിടുത്തെ CCTVകൾ പരിശോധിക്കേണ്ടത്, അടിയന്തരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിനൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് നീങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് നശിപ്പിക്കപ്പെടാവുന്ന തെളിവുകളാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിനെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ അടിയന്തരമായിട്ട് ആ സംശയം ദൂരീകരിക്കാനുള്ളൊരു ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അവിടെ MP രാജേഷ് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവർ ഈ പല രീതിയിൽ ഈ സംഘടന പണപ്പിരിവ് നടത്തുന്നൊരു സംഘടനയാണ്, അവർ കേസ് നടത്താൻ പോലും പണം ഇങ്ങനെ പിരിക്കുന്നവരാണ്, എന്നിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ എനിക്ക് പരിചയമുള്ള ചില ബാർ ഉടമകൾ എന്നോട് പറയുകയും ചെയ്യുന്നു. പല രീതിയിൽ ഇവർ പിരിവ് നടത്തുന്നുണ്ട്, എന്നിട്ട് വ്യക്തിപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഈ നേതൃത്വത്തിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിനകത്ത് അമർഷവുമുണ്ട് ഈ പറയുന്ന അസോസിയേഷനിലെ പല അംഗങ്ങൾക്കും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യവും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു ദുർബലമായ കേസാണ്. ഈ പറയുന്ന അനിമോൻ എന്ന് പറയുന്ന ആളുടെ ശബ്ദരേഖയിൽ സർക്കാരിനെയോ ഏതെങ്കിലും മന്ത്രിയെയോ ഏതെങ്കിലും ഭരണകക്ഷിയോ ഇംപ്ലിക്കേറ്റ് ചെയ്യാവുന്ന യാതൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനോ ഭരണമുന്നണിയെ പ്രതിക്കൂട്ടിൽ നിർത്താനോ കഴിയുകയില്ല. ഈ അവസരം സന്ദർഭോചിതമായി പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ പറയുന്ന സംശയങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായി അത്തരം കാര്യങ്ങൾ ദൂരീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. Meet the editors.